പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദ്യങ്ങൾ. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് നാം ഏവരും പ്രവേശിച്ചിരിക്കുന്നു. ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും ഈ ആഴ്ചവട്ടം ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. കഴിഞ്ഞ ദിവസം നാം സ്തോത്രത്തോടെ ഓർത്തതുപോലെ ഇന്നത്തെ ജീവജലം 2001-ാം എപ്പിസോഡ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 2000 എപ്പിസോഡിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടും കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുകയും കൈത്താങ്ങുകയും വചനം പങ്കിടുകയും ചെയ്ത എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ധാരാളമായിട്ട് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. The first epistle of Peter chapter 2 verse 24 നാം ഇപ്രകാരം വായിക്കുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രൈസ്തവ ലോകത്ത് വളരെയധികം സ്വാധീനം ചെലുത്തിയ പ്രത്യേക ചില വാക്യങ്ങളിൽ ഒരു വാക്യമാണ് ഈ വാക്യം. ഈ വാക്യത്തിന്റെ വിവിധ സാഹചര്യങ്ങളും ഇതേ ആശയങ്ങളും പ്രവചന പുസ്തകം ഉൾപ്പെടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനകളിൽ, വചന ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയൊക്കെയുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ നാം ഈ വാക്യങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ നമുക്കിതിന്റെ അവസാന ഭാഗമാണ് വളരെ പ്രിയപ്പെട്ടത്. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിശ്ചയമായും ആ വാക്യം നമ്മെ ശക്തിപ്പെടുത്തുകയും ആ വാക്കുകൾ നമുക്ക് വളരെ പ്രചോദനം നൽകുന്നവയും ആണ്. എന്നാൽ ഈ ഭാഗം മാത്രം പറഞ്ഞ് നാം പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ആ വാക്യം അവിടെ പൂർണ്ണമാകുന്നില്ല. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വാചകം പറയാനുള്ള കാരണം എന്താണെന്ന് നാം വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപമെന്ന മഹാരോഗം കാർന്ന് പിടിച്ചിരിക്കുകയാണ്. ആ പാപം നമ്മിൽ നിന്നും മാറുവാൻ, എന്നിട്ട് സൗഖ്യമുള്ള ഒരു ശരീരം, പാപരഹിതമായ ഒരു ജീവിതം, പാപമില്ലാത്ത ഒരു ശരീരം, നീതിപൂർവമായ ഒരു ജീവിതം ലഭിക്കുവാൻ കർത്താവ്
എന്റെ പാപത്തെ, നമ്മുടെ പാപത്തെ യേശുവിന്റെ ശരീരത്തിൽ വഹിച്ച് ക്രൂശിതനായി കാൽവറിയിൽ യാഗമായി ഞാൻ എന്റെ ശരീരത്തിൽ വഹിച്ച പാപം മാറുവാൻ വേണ്ട ട്രീറ്റ്മെന്റ്, തെറ്റ് ചെയ്താൽ അതിന് അടികൊള്ളണം, ശിക്ഷ അനുഭവിക്കണം. ആ ശിക്ഷ എനിക്ക് പകരം യേശു ഏറ്റെടുത്തു. അങ്ങനെ യേശുവിന്റെ ശരീരത്തിൽ അടിപ്പിണർ ഉണ്ടായി. ആ അടിപ്പിണർ ഉണ്ടായതിലൂടെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അർത്ഥാൽ ഞാൻ ഒടുക്കേണ്ട പിഴ എനിക്ക് പകരമായി യേശു പിഴ ഒടുക്കി ഞാൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഇത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് നാളുകൾക്ക് മുൻപ് തന്നെ യെശയ്യാ ദീർഘദർശി പ്രവചിച്ചത്, അനേക പ്രവാചകന്മാർ പ്രവചിച്ചത് യേശുവിൽ കൂടെ നിവർത്തിയായി. അങ്ങനെ എന്റെ പാപമെന്ന രോഗത്തെ യേശു ശരീരത്തിൽ ഏറ്റെടുത്ത് സൗഖ്യമുള്ള നീതിപൂർവമായ ജീവിതം ഞാൻ നയിക്കുവാൻ യേശു പാപത്തിന് പരിഹാരത്തിനായി അടിപ്പിണർ ഏറ്റതിലൂടെ എനിക്ക് അത് വിശ്വസിച്ചേറ്റെടുക്കുന്നവർക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വരും എന്നല്ല, ഓൾറെഡി ഡിക്ലെയർഡ് ആയിരിക്കുന്നു. ഇനിയും അത് ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിനായി യേശു കാൽവറി കൊലക്കളത്തിൽ യാഗമായതിലൂടെ തന്റെ ശരീരം അടിപ്പിണരായി നമുക്ക് പകരമായി വിട്ടുകൊടുത്തതിലൂടെ നമുക്കേവർക്കും പാപത്തിന്റെ മേലും ശാപത്തിന്റെ മേലും രോഗത്തിന്റെ മേലും പാപത്തിന്റെ ശമ്പളമായ നിത്യ മരണത്തിന്റെ മേലും സൗഖ്യം വന്നിരിക്കുന്നു. ജീവജലത്തിന്റെ പ്രേക്ഷകരായ എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിൽ കൂടെയുള്ള ഈ വിടുതൽ, ഈ സൗഖ്യം, ഈ നിത്യജീവൻ പ്രാപിക്കുമ്പോൾ പിതാവാം ദൈവം പുത്രനിൽ കൂടെ വിഭാവന ചെയ്ത സ്വർഗീയ പദ്ധതി പൂർത്തീകരിക്കപ്പെടും. അതുകൊണ്ട് ജീവജലത്തിന്റെ പ്രേക്ഷകരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിനായി നമ്മളായിട്ട് ഇനി ഒരു കർമ്മ ആചാര അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതില്ല. ഒരു രൂപ പോലും മുടക്കേണ്ടതില്ല. ഒരു പുണ്യ സ്ഥലങ്ങളും സന്ദർശിക്കേണ്ടതില്ല. ഒരു മെഴുകുതിരി പോലും കത്തിക്കേണ്ടതില്ല. ഒരു നേർച്ച കാഴ്ചകൾ നടത്തേണ്ടതില്ല. കൃപയാൽ വിശ്വാസത്തോടെ ഇന്നത്തെ വാഗ്ദത്ത വചനം ഏറ്റെടുക്കുമ്പോൾ ഞാനും നിങ്ങളും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിമോചിതരായി യേശുവിന്റെ അടിപ്പിണരാൽ നാം സൗഖ്യം പ്രാപിക്കും. അതിൽ കൂടെ ഇന്ന് ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ചെറുതും വലുതുമായ പ്രതിസന്ധികൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ സകലത്തിനും വിടുതലുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? മകനെ ഓർത്ത്, മകളെ ഓർത്ത്? ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും മൈലുകൾ, കടലുകൾ അക്കരെയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുമായി ചില നാളുകളായി ബന്ധം പുലർത്താതെ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ വിഷമത്തിലായിരിക്കാം. കുഞ്ഞുങ്ങളുടെ വിവാഹ സംബന്ധമായ പ്രതികൂലങ്ങൾ, ജോലിയിൽ നേരിടുന്ന ചില
പ്രതികൂലമായ അവസ്ഥകൾ, നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾ നേരിടുന്ന ചില അനാവശ്യമായ ഹറാസ്മെന്റുകൾ, അകാരണമായി നിങ്ങളെ പ്രതിചേർക്കുന്ന ചില പ്രശ്നങ്ങൾ, നിയമക്കുരുക്കുകൾ, വിദ്യാഭ്യാസ സംബന്ധമായ പ്രയാസങ്ങൾ, അഡ്മിഷൻ സംബന്ധമായ പ്രതികൂലങ്ങൾ, കടബാധ്യതകൾ, ബാങ്ക്രപ്റ്റ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ലോൺ സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ, വിദേശ യാത്രകൾ, നിങ്ങളുടെ ആരോഗ്യ പ്രയാസങ്ങൾ, എന്താണ് ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്നത്? വിശ്വാസത്തോടെ ഈ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അപ്പാ, ഞാനിന്ന് കടന്നു പോകുന്ന സകല വിഷയത്തിനും അതിനുപരിയായി പലപ്പോഴും മാരക രോഗമായ ക്യാൻസറിനെക്കാട്ടിൽ കാർന്നതിനെന്ന പാപമെന്ന മഹാരോഗത്തിന് പരിഹാരമായി എനിക്ക് വേണ്ടി യേശു കാൽവറിയിൽ യാഗമായി അങ്ങയുടെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഹൃദയം കൊണ്ട് ഞാനത് പൂർണ്ണമായി സ്വീകരിച്ച് അംഗീകരിച്ച് എന്റെ വാഗൊണ്ട് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് ഇന്ന് പകൽ സമർപ്പിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സകലത്തിൽ നിന്നും മുക്തരാവുകയും വിടുതലുള്ള, സൗഖ്യമുള്ള, സമാധാനമുള്ള, ആശ്വാസമേറിയ ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരുകയും ചെയ്യും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ഉത്തമ സാക്ഷികളാകുവാനും നമ്മുടെ ഈ സൗഖ്യം, വിടുതൽ, സമാധാനം, സന്തോഷം എന്നിവ കണ്ട് അനേകർ ഈ യേശുവിന്റെ അടിപ്പിണരാൽ വിടുതൽ പ്രാപിച്ച് യേശുവിനെ സ്വീകരിപ്പാൻ, നിത്യയുടെ തുറമുഖത്തെത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്ന് നാം കേട്ട വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി അവിടുത്തെ പാപരഹിതമായ ശരീരത്തിൽ വേദന ഏൽക്കുകയും അവിടുന്ന് പാപപരിഹാരമായി വിട്ടുകൊടുക്കുകയും ചെയ്തതിലൂടെ അങ്ങയുടെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലനോട് വീണ്ടും ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ വചനങ്ങൾ, വാക്യങ്ങൾ കേട്ടും വായിച്ചും പോകുവാനല്ല, അതിന്റെ പൊരുൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അർത്ഥവത്താക്കി തീർക്കുവാൻ സഹായിക്കണമേ. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏത് പ്രശ്നങ്ങൾക്കും, ഏത് രോഗങ്ങൾക്കും, ഏത് പാപ സംബന്ധമായ അവസ്ഥകൾക്കും യേശുവിന്റെ അടിപ്പിണർ വിടുതലാണെന്നും സൗഖ്യമാണെന്നും നിത്യരക്ഷയ്ക്ക് കാരണമാണെന്നും ഞങ്ങൾ കേട്ടതിനായി സ്തോത്രം. ഈ വചന മുമ്പാകെ ഇതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. മക്കളും അവകാശികളുമാക്കി തീർത്ത് ദൈവകൃപയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹ മൂലം സഹായിക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, യേശുവിൽ കൂടെയുള്ള നിത്യവിടുതൽ, നിത്യസൗഖ്യം, നിത്യരക്ഷ ഇന്ന് ഈ വചനം കേട്ട നമ്മൾ ഏവരും പ്രാപിപ്പാൻ ഇടയാവട്ടെ. ഒരു കാരണവശാലും പിന്തിരിഞ്ഞു പോകുവാൻ ഇടയാവരുത്. അങ്ങനെ പരിപൂർണ വിടുതലോടും സൗഖ്യത്തോടും കർത്താവിനെ ആരാധിക്കുവാൻ, അനുഗമിക്കുവാൻ അനേകർ നമ്മിൽ കൂടെ ഈ യേശുവിലൂടെയുള്ള രക്ഷ, സന്തോഷം തിരിച്ചറിഞ്ഞ് നിത്യസ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഇടയാവട്ടെ. അങ്ങനെ നമുക്കും കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ നിത്യതയിൽ വസിപ്പാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടികുളഞ്ഞി. God bless us all.